ഹായ് എല്ലാവർക്കും കിങ് ആൻഡ് ക്വീൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചിക്കൻ 65 ഇന്ന് നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പോവാണ്. എല്ലാവരും റെസ്റ്റോറൻറ്റിലും അല്ലെങ്കിൽ സ്പെഷ്യൽ ഫംഗ്ഷനും മാത്രം കഴിക്കുന്ന സാധനം വളരെ ഈസി ആയിട്ടും അതിലുപരി ഭയങ്കര ടേസ്റ്റി ആയിട്ടും നമ്മളിന്ന് വീട്ടിലുണ്ടാക്കാൻ പോവാം. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വേണ്ടത് ചിക്കൻ, അത് ബോണുള്ളതോ ബോൺലെസ് ആയിട്ടോ ഉള്ള ചിക്കൻ ആകാം. പിന്നെ വേണ്ട പൗഡേഴ്സാണ്. മുളക് പൊടി വേണം, അത് 2 ടേബിൾ സ്പൂൺ. മഞ്ഞൾപ്പൊടി, പിന്നീട് ഗരം മസാല, ചിക്കൻ മസാല അല്ല കേട്ടോ, മല്ലിപ്പൊടി. പിന്നീട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് എടുക്കാം, ഇല്ലെങ്കിൽ നല്ലപോലെ ചതച്ചരച്ചെടുത്തതായാലും മതി. അരിപ്പൊടി ഒരു 2-3 ടേബിൾ സ്പൂൺ. പിന്നെ നാരങ്ങ നീരുള്ളതാണെങ്കിൽ അരമുറി മതി. പിന്നെ തൈര്, എരി അനുസരിച്ചൊക്കെ കുരുമുളക് പൊടി ചേർക്കുക, നല്ല മുളക് നല്ലപോലെ ചതച്ചത്, കോൺഫ്ലോറ്, പിന്നെ അതുപോലെ ഉപ്പ്, അതും ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. ജീരകം, നല്ല ജീരകം പൊടിച്ചത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നീട് വേണ്ടത് ചെറുതായിട്ട് ചതച്ചതൊന്നും അല്ലാത്ത മുളകും ഗാർലിക്കും പിന്നെ ചില്ലി സോസ്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇടയ്ക്ക് ഞങ്ങൾ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് വീഡിയോ ഒന്ന് ഓഫായിപ്പോയി, അതുകൊണ്ട് പൊടികൾ മിക്സ് ചെയ്യുന്നത് കറക്റ്റ് കാണിക്കാൻ പറ്റിയില്ല. ഇപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ മറ്റേ പൗഡേഴ്സ് ഉണ്ടല്ലോ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, തൈര്, കറിവേപ്പില പൊടിച്ചത്, ഇത്രയും സാധനമാണ് ചേർത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഉപ്പാണ് ചേർക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കോൺഫ്ലോറും ചേർത്തിട്ടുണ്ട്, കുരുമുളക് പൊടി. ഇപ്പം കണ്ട എല്ലാ സാധനങ്ങളും അതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യുക, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തെടുക്കുക. അരിപ്പൊടിയും ആവശ്യത്തിന് ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അരിപ്പൊടിയൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻ്റ്, അതൊന്നും സ്കിപ്പ് ചെയ്യാനേ പാടില്ല. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നതാണല്ലോ. പിന്നെ നാരങ്ങയുടെ ഞാൻ പറഞ്ഞല്ലോ, നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ ഒരു അരമുറി നാരങ്ങ മതി. അത് കൂടുതൽ ചിലതിന് കാണുമല്ലോ നീരില്ല എന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങ കംപ്ലീറ്റ് എടുക്കാം. നമ്മളിത് വെള്ളമില്ലാതെയാണ് കുഴയ്ക്കുന്നത്, കാരണം ഇതിനകത്ത് കുറച്ചല്ലേ ഉള്ളൂ, ചിക്കൻ കുറച്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ലപോലെ മിക്സ് ചെയ്യും. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനമല്ലേ. കോൺഫ്ലോറ്, പിന്നെ സോസ്, അത് 2 ഉള്ളുമായിരിക്കും എനിക്ക് തോന്നുന്നു അധികം, എന്നാലും കാണും. ഇപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ സാധനങ്ങളും ട്രൈ ചെയ്യുന്നതുകൊണ്ട് എല്ലാവരുടെയും വീട്ടിൽ കാണും. അപ്പം ഉള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കണം, എങ്ങനെ ഉണ്ടെന്ന് പറയണം. ഇത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്യണം. ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനോട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മല്ലിയിലയും കൂടെ ചേർക്കുമ്പം അതിനും നല്ല ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിനകത്ത് ഇപ്പോൾ സോസ് ആഡ് ചെയ്യുന്നുണ്ട്. സോസ് ആഡ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് വറുത്തെടുത്താലും അതാണ് ചിക്കൻ 65. നമുക്ക് സോസ് ആഡ് ചെയ്യാതെയും കഴിക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ചിക്കൻസൊക്കെ കഴിവതും ഉപ്പും ഇച്ചിരി മഞ്ഞളോട് ചേർത്ത് വെള്ളത്തിൽ ഒരു രാത്രി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇത്തിരി ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം വരും. പിന്നെ കഴുകുമ്പോൾ വിനെഗർ ഇട്ടൊക്കെ കഴുകുവാണെങ്കിൽ ഇച്ചിരി കൂടെ സോഫ്റ്റ്നെസ്സും പിന്നെ അതുപോലെ നല്ല ക്ലീനും ആകും ചിക്കനൊക്കെ. അപ്പം അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നല്ലപോലെ കഴുകിയെടുക്കണം. നമ്മൾ ഇതിപ്പം ചിക്കനെല്ലാം നല്ലപോലെ പെരട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 2 മണിക്കൂറോളം ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കണമെന്ന് ഒരു നിർബന്ധവും, അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഇത് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനുശേഷം നമുക്കൊരു പാൻ ചൂടാക്കാം. ഇപ്പോൾ ഞാനിത് 2 മണിക്കൂർ വെച്ചതിന് ശേഷമുള്ളതാണ്. ഒരു പാൻ ചൂടാക്കിയിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിലോ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ഓയിൽ അത് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മളിപ്പം അതുപോലെ പാനിനകത്ത് ഒരു തുള്ളി വെള്ളമില്ലാതെ നല്ലപോലെ പാൻ ചൂടാക്കിയതിന് ശേഷം മാത്രമേ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പം ഞാൻ അതിൽ നിന്ന് ഗ്രേവിന്ന് ഒരിച്ചിരി മാത്രം ഇട്ട് നോക്കിയപ്പം എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോ പീസായിട്ടിട്ട് നല്ലപോലെ വറുത്ത് കോരാം. ഇതൊരിക്കലും നമ്മൾ മണ്ട മാത്രം അല്ലെങ്കിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ചെയ്യുന്നതല്ല, നല്ലപോലെ എണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കേണ്ടതാണ്. മുങ്ങിക്കിടക്കണം ചിക്കന്. ഒത്തിരി മുങ്ങിയില്ലെങ്കിൽ കൂടി ഒരു പാതി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കണം. അല്ലാതെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് അങ്ങനെ പറ്റത്തില്ല.
നല്ലപോലെ എണ്ണയിൽ മുങ്ങി ചിക്കൻ വറുത്ത് കോരണം. അതുപോലെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നും എനിക്കറിയാം. കമൻറ്റ് സെക്ഷനിൽ പറയാം. റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അതും പറയാം. അങ്ങനെ പറയത്തില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമുക്ക് പുതിയ പുതിയ റെസിപ്പീസ് ഇടാനുള്ളൊരു പ്രചോദനമാവുന്നത്. പിന്നെ ഈ ചാനലിൽ റെസിപ്പീസ് മാത്രമല്ല, വ്ളോഗ്സ് ഉണ്ട്, പല പല സ്ഥലത്ത് പോകുന്നതും നമുക്ക് ഏറെ പരിചിതമായതും എന്നാൽ ഒരുപാട് പേര് പോയിട്ടില്ലാത്തതുമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന വ്ളോഗ്സൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും. വ്ളോഗ്സും റെസിപ്പീസുമാണ് മെയിനായിട്ട് നമ്മൾ ഇടുന്നത്. അപ്പം ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല പോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് ചിക്കനെ വറുത്ത് കോരിയെടുക്കണം. കറിവേപ്പിലയൊക്കെ ഇട്ട് നല്ലപോലെ ചെറുതായിട്ട്, മാക്സിമം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ മല്ലിയിലയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വേറൊന്നായിരിക്കും. ഇപ്പം നമുക്ക് ഇങ്ങനെ തന്നെ വറുത്ത് കോരി എടുക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ചിലരിങ്ങനെ ഓർക്കും നല്ല ജീരകം ഇടുമോ, വീട്ടിലുള്ളവരൊക്കെ വിചാരിക്കും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ 65 റെസിപ്പിയിൽ ഒഴിവാക്കാൻ പറ്റാത്തതാണ് നല്ല ജീരകം പൊടിച്ചത്. അത് ഒരുപാടൊന്നും ഇടേണ്ട, ഒരു ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ, അത്രയും മതി. ഞാൻ ഇടുന്നത് എനിക്കെന്തോ കാണിക്കാൻ, ഞാൻ എല്ലാം ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷെ കാണിക്കാൻ പറ്റിയില്ല, ഓഫായിരുന്നു, ക്യാമറ ഓഫായിപ്പോയി. നമ്മളത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പൊടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്, എല്ലാ പൊടിയും നല്ലപോലെ നമ്മുടെ അളവിനങ്ങ് മിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. നമുക്കൊരു റേഞ്ച് അറിയാമല്ലോ. എരിയൊക്കെ ഇച്ചിരി കൂടി നിൽക്കുന്നതായിരിക്കും എപ്പോഴും ഫ്രൈ ചെയ്യുന്ന ചിക്കന് നല്ലത്. എന്ന് വെച്ചാൽ അത് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ആ എരിയൊക്കെ ഒരു ഇതായിട്ട് വരും. ഉപ്പും ഒക്കെ നമ്മൾ നോക്കണം എടുക്കുന്നതിന് മുമ്പ്. ഇതിന് ശേഷം നമുക്കൊരു സോസ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. നാരങ്ങായ, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണം. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ചെറുതായിട്ട് സ്ലൈസ്ലി അരിഞ്ഞ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും പിന്നെ ചില്ലി സോസും. ഇതിന് പകരം നിങ്ങൾക്ക് ചില്ലി ഗാർലിക് സോസ് ഉണ്ട്, അത് യൂസ് ചെയ്യാം. അതില്ലാത്തവർക്കാണ്, ഇപ്പം എൻ്റെ കയ്യിൽ അതില്ലായിരുന്നു, അതുകൊണ്ടാണ് ചില്ലി സോസും ഗാർലിക്കും പിന്നെ പച്ചമുളകും കൂടെ എടുത്തത്. നമുക്ക് ഇതേ സമയം ചിക്കൻ വേവുന്ന അതേ സമയം ഒരു പാൻ ചൂടാക്കി അതിനകത്തോട്ട് കുറച്ച് ഓയിലൊഴിച്ച് നമുക്കിനി ചിക്കന് വേണ്ട സോസ്. ഇതൊരിക്കലും ആദ്യത്തെ ചിക്കൻ പീസ് വറുത്ത് കോരുന്ന സമയത്ത് തന്നെ ഒരു കാരണവശാലും പാൻ ചൂടാക്കി അതിനകത്ത് ഇൻഗ്രീഡിയൻസ് ഇടാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. കാരണം കരിഞ്ഞു പോത്തേ ഉള്ളൂ. അല്ലെങ്കിൽ കുറേ ലാസ്റ്റ് സെറ്റ് ഓഫ് ചിക്കൻ നമ്മളിങ്ങനെ കുറച്ചായിട്ടല്ല വറുത്ത് കോരുന്നത്. ലാസ്റ്റ് സെറ്റ് ഇടുന്ന സമയത്ത് മാത്രമായിരിക്കണം നമ്മളിങ്ങനെ സോസ് ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. ആദ്യം ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ചിടാം. അത് ചതച്ചതാട്ടോ, പേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, ചതച്ചത്. അത് നല്ലപോലെ ഇട്ട് അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് കളറൊക്കെ ആയി വരുന്ന സമയത്തേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. ഇത് കറിവേപ്പില അതേപോലെ ഇടാം, അല്ലാതെ മുറിച്ചൊന്നും ഇടണമെന്നില്ല. നല്ലപോലെ കറിവേപ്പില ഇടുക. കറിവേപ്പിലയൊക്കെ ഇഷ്ടമുള്ള ആൾക്ക് അതിനനുസരിച്ച് കൂടുതലൊക്കെ ഇടാം കേട്ടോ. അങ്ങനെ ഇന്ന അളവിൽ കുറച്ച്, നമുക്ക് ചിലർക്കുണ്ടല്ലോ കറിവേപ്പില ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലപോലെ ആദ്യം ആ ക്രഷ് ചെയ്തിടുന്ന സമയത്തും നല്ലപോലെ കറിവേപ്പില ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം തന്നെ ഇടാം. ഇത് നല്ലപോലെ ഒന്ന് കറിവേപ്പിലയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്തേക്ക് നമുക്കിനി ബാക്കിയുള്ള പൗഡേഴ്സ്, ഇപ്പം ഞാൻ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് രണ്ടായിട്ട് കാണിക്കാൻ കാരണം ആദ്യം ഞാൻ കാണിച്ച അളവ് അത് മിക്സ് ചെയ്യാനുള്ള അളവായിരുന്നു, അതുകൊണ്ടാണ് ഇതിപ്പോൾ രണ്ടാമത് കാണിച്ചത്. ഇതൊരു 1/2 സ്പൂൺ ഗരം മസാലയാണ് ചേർത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 സ്പൂൺ കുരുമുളക്, മുളക് പൊടിയൊക്കെ ടേസ്റ്റാണ്. ഒരു ടേബിൾ സ്പൂൺ ആയെന്നും പറഞ്ഞുകൊണ്ട്, എരി ഇല്ലാത്തതാണ് 1 ടേബിൾ സ്പൂൺ. ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ മിക്സ് ചെയ്യാം. ഞാനിവിടെ മിക്സ് ചെയ്യുന്നില്ല. നമ്മളത് എങ്ങും കാണിക്കാനോ ഒന്നുമല്ല, വീഡിയോയ്ക്ക് വേണം എങ്കിൽ കൂടിയും ഞാൻ കളർ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ഈ കളർ മതി. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് പൊടികളെല്ലാം. ഒരു കാരണവശാലും മുളക് പൊടി ആദ്യമേ എടുത്തിടരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. എണ്ണയിലോട്ട് ഡയറക്റ്റ് മുളക് പൊടി ഇടുവാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് മുളക് പൊടി ആദ്യമേ ഇടരുത്. അതിനുശേഷം നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, ചില്ലി ഗാർലിക് സോസ് ഉണ്ട്, അതുള്ളവർക്ക് അതിടാം. അല്ലെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് കീറിയ പച്ചമുളകും
അതുപോലെ ഗാർലിക്കും അതിൻ്റെ കൂട്ടത്തിൽ ചില്ലി സോസും, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യാൻ പറ്റാത്തവർ, ചില്ലി ഗാർലിക് സോസ് ഉള്ളവർ അത് മിക്സ് ചെയ്യുക, അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യുക. ചില്ലി സോസൊക്കെ മിക്കവാറും നമ്മുടെ ഒരു ഹോട്ട് ആൻഡ് സ്പൈസി റെസിപ്പീസൊക്കെ വരുന്ന സമയത്തൊക്കെ ഏറ്റവും അത്യാവശ്യമാണ്. ഒരു ടൊമാറ്റോ സോസ്, സോയാ സോസ്, ചില്ലി സോസ്, അതൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ചില്ലി ഗാർലിക് സോസ് എല്ലാത്തിനും വേണ്ടാത്തതുകൊണ്ട് അറിയത്തില്ല, എല്ലാവരുടെയും വീട്ടിൽ കാണണമെന്നില്ലല്ലോ, അതിനാണ് ഞാൻ ഈ ഓപ്ഷൻ പറഞ്ഞത്. പിന്നെ നമ്മൾ ചെറുനാരങ്ങ നീര് ഇത്രയും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്യണം. ചെറുനാരങ്ങ നീര് ഒരു നാരങ്ങ നമ്മൾ ഫുള്ളായിട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്, മിക്സ് ചെയ്യുന്നിടത്തും പിന്നെ ഇപ്പോൾ സോസ് ഉണ്ടാക്കുന്നിടത്തും. പിന്നെ കുറച്ച് വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിക്കൻ്റെ അളവ് അനുസരിച്ചാണ് ഈ പൊടിയൊക്കെ. ഞാനെടുത്തത് കുറച്ച് ചിക്കൻ മാത്രമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് സോസ് ഇതാണ്ട് ഇത്രയും മതി. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം. നിങ്ങൾക്കാണെങ്കിൽ ഒരുപാടൊക്കെ എടുക്കുവാണെങ്കിൽ അതിനനുസരിച്ച് പൊടിയും അതുപോലെ ഈ അളവും നിങ്ങൾ അതുപോലെ കൂട്ടിക്കോണം. അതുപോലെ ഗ്രേവിയും കൂട്ടണം. ഇപ്പം തോന്നും ഇത് ഫ്രൈ ചെയ്തിരിക്കുന്ന സാധനം ഇതിനകത്തോട്ട് മുക്കുമ്പോൾ വേറെ ഇതായിരത്തില്ലേ. ഇതിപ്പോൾ സോസ് ഇതെല്ലാം പറ്റി പിടിച്ച് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഒട്ടും ഗ്രേവി ഇല്ലാത്ത രീതിയിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഒരു തുള്ളി പോലും ഗ്രേവി ഇല്ലാത്ത ചിക്കൻ 65 ആണ് നമ്മളുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിപ്പോൾ പകുതിയും തീർന്നു. വറുത്ത് കോരിയപ്പോൾ തന്നെ എല്ലാവരും എടുത്ത് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മിക്സ് ചെയ്യുകയാണ്. ബാക്കിയുള്ള ചിക്കനാണ് ഈ മിക്സ് ചെയ്യുന്നത്. നല്ലപോലെ സോസ് അതിൽ പറ്റി പിടിപ്പിച്ച് എല്ലാ ചിക്കൻ്റെ മേലെ നല്ലപോലെ പറ്റി പിടിപ്പിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി ഇവിടെ കഴിഞ്ഞു. ഇത്ര എളുപ്പമാണ് ചിക്കൻ 65. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.